അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പോർക്ക് കഴിക്കാൻ കൂർഗിലോട്ട് പോവുകയാണ് ഞങ്ങൾ. രാവിലെ ഒരു 5:30-6 മണിക്ക് മുമ്പേ നമ്മൾ ബാംഗ്ലൂർ വിട്ട് മൈസൂർ ടാർഗറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. സൺ പതുക്കെ റൈസായി, വെളിച്ചം വന്നു. നമ്മുടെ ഈ റൈഡ് മെയിനായിട്ട് ബൂം ബാങ്ങിൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ്. കൂർഗ് സ്റ്റൈൽ പോർക്ക് ട്രൈ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. 3 ദിവസമാണ് നമുക്കുള്ളത്. 3 ദിവസവും നമ്മളെല്ലാ മാക്സിമം കൂർഗ് എക്സ്പ്ലോർ ചെയ്യുകയും ഫുഡും എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. മെയിൻലി പോർക്ക് ട്ടാ. ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ മൈസൂരെത്തി. അവിടെ നിന്നാണ് ഈ ഒരു നല്ല ആസ്തറ്റിക് കടയിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മൈസൂര് ഫുഡ് അടിക്കണേക്കാൾ മുമ്പ് ഞാൻ ഒന്ന് ക്യാമറമ്മ പണി പഠിക്കാൻ നോക്കി. അതിന് ശേഷമുള്ള കുറേ വീഡിയോസ് കളയേണ്ടി വന്നു ഗൈസ്. ആകെ എക്സ്പോഷർ കൂടി, ആകെ കോമഡി. പിന്നെ ഇടയ്ക്ക് ലൈം ജ്യൂസ് കുടിക്കാൻ നിർത്തിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെയുള്ള വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോഴേക്കും നമ്മൾ ഏറെക്കുറെ ഘാട്ട് റോട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ പറഞ്ഞില്ലേ, ഇറങ്ങിയപ്പോൾ നമ്മൾ മാപ്പ് നോക്കി അങ്ങോട്ട് പോകുന്നപ്പോൾ മാണ്ഡ്യ എക്സ്പ്രസ് വേയുടെ സൈഡിലത്തെ വഴി കൂടെയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കിഴപ്പമൂത്ത് കനക്പുരയ്ക്ക് അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതാണെങ്കിൽ ആകെ ഒരുമാതിരി പേടിപ്പെടുത്തണ ഒരു സ്ഥലം. അത് ഇരുട്ടായിരുന്നു ആ സമയത്ത്. നമ്മൾ ആകെ ഒന്ന് ഫിയറായി. മാപ്പിലൂടെ അത് നേരെ പോകുന്നൊക്കെ പറഞ്ഞു. അവിടെ റോഡും ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ച് വേറെ വഴി കൂടെ ഒക്കെ വന്നാണ് കനക്പുരം എത്തിയത്. ആകെ കോമഡി ആയിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ കോമഡി, പക്ഷെ അന്ന് ഞങ്ങൾ നല്ലോണം പേടിച്ചു. പിന്നെ ഒന്ന് മൈസൂരൊക്കെ എത്തേണ്ടി വന്നു ഒന്ന് നോർമലാവാൻ. പിന്നെ ആ വഴിയിലൂടെ വരുമ്പോഴേ നമ്മുടെ റോട്ടിൽ നിന്ന് ടൈലിട്ട റോഡ് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു കോൺക്രീറ്റ് ഇട്ടേക്കണ റോട്ടിലോട്ട് ഒരു കയറ്റുണ്ടായിരുന്നു. ആ കയറ്റം ഞങ്ങൾ നോർമലായിരിക്കും എന്ന് വിചാരിച്ചു. അത്യാവശ്യം സ്പീഡിലായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അതാണെങ്കിൽ കറക്റ്റ് ഒരു നമ്മൾ ബൈക്ക് വന്ന് ഒരു സ്ക്വയറുമ്മ തട്ടിയിടിച്ച് നിൽക്കാന്ന് പറയണ പോലെ ബൈക്ക് ലിറ്ററലി വന്ന് ഇടിച്ച് കയറിയത് നോക്കി. ആ ഒരു ഷോക്കൊക്കെ വിട്ടുമാറാൻ കുറച്ച് സമയം എടുത്തു ഗൈസ്. ഫണ്ണായിരുന്നു. ഇവിടെയൊക്കെ എത്തിയപ്പോഴേക്കും റോഡ് നല്ല രസമായി, വ്യൂസായി, മനസ്സ് ശാന്തിയായി. അപ്പോൾ നമ്മുടെ ഈ റൈഡിന് കുറേ പ്രത്യേകതകളുണ്ട്. വണ്ടി 1 കൊല്ലം ആവാൻ പോകുന്നു. 11 മാസവും 10,000 കിലോമീറ്റർ ആവും റൈഡ് നമ്മുടെ കൂർഗെത്തുമ്പോൾ. 10,000 കിലോമീറ്റർ ആയിട്ട് ഒരു വാക്ക് അറൗണ്ട് അല്ലെങ്കിൽ ഒരു യൂസർ റിവ്യൂ പോലെ പറയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നോക്കട്ടെ, നമ്മൾ ഒരു വീഡിയോ അത് ചെയ്യാം. ഒരു ഓവർവ്യൂ പോലെ പറയുകയാണെങ്കിൽ വണ്ടി ബിഗിനർ ഫ്രണ്ട്ലി അല്ല ഗൈസ്. അങ്ങനെ ഒരു സാധനമുണ്ട്. നമ്മളൊരു ചെറിയ CC-ന്ന് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ വണ്ടിയായിട്ടൊന്ന് മെരിങ്ങാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു 6-7 മാസം എടുത്തു. ഇതിൻ്റെ ബ്രേക്കിങ്, ഇതിൻ്റെ ഒരു പവറ്, സസ്പെൻഷൻ, ഇതിലേക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ എനിക്ക് ശരിക്കും ഞാൻ കുറച്ച് ടൈം എടുത്തു. എക്സ്പൾസിൽ 80-90 പോണത് ഇത് 120-140 അങ്ങനെ. പിന്നെ അതേപോലെ ബ്രേക്കിംഗ് ടോട്ടലി പിടിച്ചാൽ നിൽക്കും. എക്സ്പൾസ് ഒരു കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും ആ സ്പീഡിനുള്ള ബ്രേക്കിംഗ് അതിനുണ്ട്. ഇതാണെങ്കിൽ ചില സമയത്ത് തൊട്ടവിടെ നിൽക്കും, എത്ര സ്പീഡിൽ വന്നാലും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ എനിക്ക് കുറേ ടൈം എടുത്തെങ്കിലും ഇപ്പോൾ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഗൈസ്. മച്ചന്മാരെ, അപ്പോൾ നമ്മളെ ഒരു 1 മണി 1:30 ആയപ്പോഴേക്കും നമ്മളിത് മതിക്കര എത്തി. മതിക്കരയിൽ നിന്ന് ഒരു 8 കിലോമീറ്ററും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോം സ്റ്റേ വരണേ. അപ്പോൾ നമ്മൾ മെയിൻ റോഡ് ഇങ്ങനെ പിടിച്ച് വന്ന് ഈ ഒരു ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് ലെഫ്റ്റ് അവിടെ നിന്ന് കറക്റ്റ് ഒരു 1 കിലോമീറ്ററാണ് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് ഉള്ളത്. അപ്പോൾ ഹോം സ്റ്റേ കാണാം. The earth's gentle
അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. വാഷ്റൂം, നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. മെയിൻ അട്രാക്ഷൻ ഇതാണ് ഗൈസ്, റൂമിൽ നിന്നുള്ളൊരു വ്യൂ പൊളിയല്ലേ. അപ്പോൾ നമ്മൾ റൂമെത്തി ഫ്രഷപ്പായി ലഞ്ച് കഴിക്കാൻ ഇറങ്ങി ഗൈസ്. മതിക്കരയിൽ ഒരു കൂർഗ് ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന ഒരു കട തപ്പി നമ്മൾ ഇറങ്ങായി. ടാർഗറ്റ് അറിയാലോ, പോർക്ക്. അപ്പോൾ ഡേ 2 ആയി ഗൈസ്. ഡേ 1 ഫ്രൈഡേ ആയതുകൊണ്ട് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്, അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് അങ്ങനെ ഡേ പോയി. ഡേ 2 രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി സൺറൈസ് കാണാൻ. അപ്പോൾ നമ്മൾ പോകുന്നത് രാജാ സീറ്റ്, രാജാവിൻ്റെ കസാര. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഡൗട്ട്, ഇത് സൺസെറ്റ് പോയിന്റ് ആണോ എന്ന്. ഈ സൈഡിലൊന്നും സൂര്യനെ കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളൊന്ന് കുറച്ച് സൈഡിലോട്ട് ഡീവിയേറ്റ് ചെയ്തപ്പോൾ സണ്ണിനെയും സൺസെറ്റും കാണാൻ പറ്റിയൊരു പെട സ്പോട്ട് നമുക്ക് കിട്ടി ഗൈസ്. ബ്യൂട്ടിഫുൾ സ്പോട്ട്. കുറേ നേരം നമ്മളിവിടെ സണ്ണ് ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്ന് പതുക്കെ അടിയിലേക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അടുത്ത സ്പോട്ടിലോട്ട് വന്നു. പിന്നെ നമ്മൾ വന്നത് ഒരു രാജാവിൻ്റെയും രാജ്ഞിയുടെയും ശവക്കൂടാരത്തിലോട്ടാണ്. നല്ല സൂപ്പർ സ്ഥലമാട്ടോ, പീസാണ്. ഓപ്പൺ ആയി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ 2 കെട്ടിടമുള്ളൂ എന്നാ വിചാരിച്ചേ, പക്ഷേ അതിന്റെ ബാക്കിൽ ഒരു ചെറുതും കൂടി ഉണ്ട്. അത് കണ്ടപ്പോൾ അതൊരു അവരുടെ ഒരു ക്ഷേത്രം പോലത്തെ സെറ്റപ്പായിട്ടാണ് മനസ്സിലായത്. അവിടെയും കുറച്ചു നേരം നിന്ന് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ടിലോട്ട് വന്നു. ഇതൊക്കെയാട്ടാ മതിക്കര ടൗണിൻ്റെ ഒരു സ്ട്രക്ചർ. അടുത്ത നമ്മ വന്ന സ്പോട്ടാണ് മതിക്കര ഫോർട്ട്. ഇപ്പം അതൊരു ഗവൺമെൻറ് ഓഫീസാണ്. അതിനോട് ചേർന്ന് കിടക്കണ ഒരു പള്ളിയുണ്ട്. പിന്നെ അപ്പുറത്തൊരു ചെറിയ ക്ഷേത്രമുണ്ട്. ഫോർട്ട് കഴിഞ്ഞ് നമ്മൾ വന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് ഗൈസ്. പക്ഷേ എന്തോ റെസ്റ്റോറേഷനോ എന്തോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു
ഫാമും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് ഫാമിൻ്റെ ഉള്ളിലോട്ട് നടക്കുകയാണ്. ഇവിടെ പല ടൈപ്പ് ഓഫ് ട്രീസും ചെടികളും ഒക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ നോർമലാണ്, പക്ഷേ നോർമൽ അല്ലാത്ത സാധനങ്ങളും ഉണ്ട് അവിടെ. അപ്പം നമ്മളെല്ലാം കണ്ട് പതുക്കെ താഴോട്ട് ഇറങ്ങായി ഗൈസ്. ഇത് മെയിൻലി കോഫി പ്ലാന്റേഷൻ ആണ്. ഇതാണ് നമ്മൾ കാണാൻ വന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഗൈസ്, അടച്ചു കിടക്കുക. ഈ നിലത്ത് കിടക്കണമെന്ന് ഞങ്ങള് സിമെന്റ് കല്ലാന്ന് വിചാരിച്ചേ, പക്ഷെ ഇത് മൊത്തം കോഫിയാണ് ഗൈസ്. ഫണ്ണല്ലേ? അതെല്ലാം കണ്ടു കഴിഞ്ഞ് അറൗണ്ട് ഉച്ചയായി ഗൈസ്. അപ്പം നമ്മൾ അടുത്ത പോർക്ക് കിട്ടുന്ന ഒരു സ്പോട്ട് തപ്പി പോവായി. അപ്പോൾ നമ്മുടെ അടുത്ത റെസ്റ്റോ കഫേ ആണ് ഇത് ഗൈസ്. ഇത് സ്റ്റോൺ ഹിൽ റെസ്റ്റോ കഫേ, അതാണ് പേര്. നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്, ഒരു പെട ജിപ്സി. ഈവനിങ് കഴിയുമ്പോൾ നമ്മൾ സൺസെറ്റ് കാണണ്ടേ, അപ്പോൾ അതിന് മതിക്കര ടൗണിലൊക്കെ നോക്കിയപ്പോൾ വ്യൂ പോയിന്റുകളൊന്നും കണ്ടില്ല. പിന്നെ രാജാ സീറ്റിൽ പോയപ്പോൾ രാവിലെ ഒരു മനുഷ്യമില്ലാത്ത സ്ഥലമായിരുന്നു, വൈകുന്നേരം ഇപ്പം നിറച്ചാള്. അപ്പോൾ നമ്മളൊരു വേറൊരു സ്പോട്ട് കണ്ടപ്പോൾ അങ്ങോട്ട് കയറായി. മാപ്പിൽ ഇതിനെ ബ്രഹ്മഗിരി വ്യൂ പോയിന്റ് എന്നാണ് കണ്ടേ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴും മനസ്സിലായത് ഇവിടെ ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടില്ല ഗൈസ്. ഇത്രയും ബ്യൂട്ടിഫുൾ സ്പോട്ട് മൊത്തം ആൾക്കാർ ഇങ്ങനെ വേസ്റ്റും ചില്ലും കുപ്പിച്ചില്ലാണ്, ബിയർ കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ടുള്ളതും ഒക്കെ ആകെ നശിപ്പിച്ചിട്ടേക്ക ഗൈസ്. വ്യൂ സൂപ്പർ ആണെങ്കിലും അതങ്ങോട്ട് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. രാത്രി മൊത്തം ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ആയി ആകെ സെക്സി ആയി ഗൈസ്. ഇതാ ഞാൻ പറഞ്ഞ ഗൈസ് രാജാ സീറ്റ്. രാവിലെ വന്നപ്പോൾ 12 പേരുണ്ടായിരുന്ന സ്ഥലത്താണ് ഈ നിറച്ച് ആൾക്കാർ. അതാ ഞങ്ങൾ അങ്ങോട്ട് പോയത്.
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാൻ അടുത്ത ഒരു പോർക്ക് കിട്ടുന്ന സ്ഥലം കണ്ടുപിടിച്ചു ഗൈസ്. ചർച്ച് സൈഡ് ബാർ, ഇതാണ് ആ സ്ഥലം. ഇവിടെ വന്ന് നമ്മൾ ട്രൈ ചെയ്തത് ഡ്രാഗൺ പോർക്കും പോർക്ക് ഫ്രൈയും. അപ്പോൾ ഡേ 3 ആയി ഗൈസ്, സൺഡേ. അപ്പോൾ നമ്മൾ തിരിച്ച് ഉച്ചയ്ക്ക് ബാംഗ്ലൂർ എത്തണ പോലെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു റൈഡ്. ഈ 2 ദിവസം കഴിഞ്ഞ് ഈ 3-ാം ദിവസമാണ് ഗൈസ് നല്ല തണവ് ഫീൽ ചെയ്തത്. ഇത് റൈഡ് ചെയ്യുമ്പോൾ ആകെ ഷിവറിങ് ആയിരുന്നു. നമ്മൾ ഡീവിയേഷനൊക്കെ കഴിഞ്ഞത് ഇതാണ് ഗൈസ്, മദിക്കരെ സിറ്റി. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റാണ് ബാംഗ്ലൂർ മൈസൂർ റോഡ്. അപ്പോൾ മദിക്കരനോട് നമ്മൾ രാവിലെ തന്നെ ബായ് പറഞ്ഞ് പോകുകയാണ് നമ്മ ബാംഗ്ലൂരു. നമ്മളപ്പോൾ അറൗണ്ട് ഒരു 1-1.5 മണിക്കൂർ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വന്നു ഗൈസ്. സൂപ്പർ ഫുഡ്, ദോശ, ചിക്കൻ ദോശയും ഒരു മസാല ദോശയാണ് കഴിച്ചത് നമ്മൾ. പൊളി സാധനം. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോയി. നമ്മൾ നമ്മുടെ പാലക്കാടൊക്കെ കാണുന്ന പോലെ ഉഴുതുമറിക്കലും പാടങ്ങളും ഒക്കെ ഇവിടെ ഞങ്ങൾ കണ്ടു. കൊള്ളാം, നല്ല വ്യൂ ഉണ്ടായിരുന്നു. തിരിച്ചപ്പോൾ നമ്മളിത് മൈസൂരിൻ്റെ ആ എക്സ്പ്രസ് വേയില്ലേ, അതിനോട് ചേർന്നുള്ള ആ വഴി തന്നെ റൂട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഹമ്പ് ചാടി ചാടി പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മളിത് വന്ന് ആ വഴിയിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഇങ്ങനെ പ്ലെയിൻ റോഡാണ് ഗൈസ്. അപ്പോൾ നമ്മൾ
നമ്മളത് മൊത്തം കട്ട് ചെയ്ത് ഇപ്പോൾ ദേ നമ്മൾ മെട്രോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണ സ്ഥലത്തേക്ക് എത്തി. ബാംഗ്ലൂർ, വെൽക്കം ബാക്ക് ടു ബാംഗ്ലൂർ. ഇതിപ്പോൾ കെങ്കേരി എത്തി. ഇപ്പോൾ നേരെ നമ്മൾ റൂമിൽ പോയി ലഞ്ച് കഴിച്ച് കിടന്ന് ഉറങ്ങി ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ പെടപെട വീഡിയോസായി നമ്മൾ പിന്നെയും കാണും. അപ്പോൾ ഓക്കെ, ബൈ.